മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ഭീതിയിലാഴ്ത്തി കൊറോണ നിയന്ത്രണാതീതമായി വ്യാപിക്കുമ്പോൾ ചൈനയിൽ മരണസംഖ്യ ഉയർന്നു വരികയാണ്. അതിനിടെ പുതിയ കൊറോണ വൈറസിനെ കുറിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകിയ ഡോക്ടറുടെ മരണം ചൈനയിലെ ജനങ്ങളെ ഇതിനോടൊപ്പം തന്നെ പ്രകോപിതരാക്കിയിരിക്കുകയുമാണ്. അങ്ങനെ പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതി മുന്നറിയിപ്പ് നൽകിയ ഡോക്ടറെ ചൈന ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കുകയായിരുന്നുവെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. കൊറോണയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് ചൈനീസ് അധികൃതർ ശ്രമിച്ചതെന്നാണ് ആക്ഷേപം ഇതിനോടൊപ്പം തന്നെ അലയടിക്കുന്നത്. പുതിയ കൊറോണ വൈറസ് ലോകത്താകെ ബാധിച്ച ദുരന്തമായി മാറിയതിന് ഉത്തരവാദി ചൈനീസ് ഭരണകൂടമാണെന്നാണ് വിമർശനം ഇതിനോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത്. മാരകമായ വൈറസാണ് വുഹാനിലെ ജനങ്ങൾക്ക് പിടിപെട്ടിരിക്കുന്നതെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതാണ് വൈറസിന്റെ വ്യാപനം ഇത്രയേറെയാകാൻ കാരണമായത്. ഇത് ചൈന തന്നെ തുറന്നു പറഞ്ഞതുമാണ്. 7 പേർ മാത്രം ചികിത്സയിൽ കഴിയുമ്പോഴാണ് വുഹാനിലെ ഡോക്ടറായ ലീ വെൻലിയാങ് സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. സാർസിന് സമാനമായ വൈറസാണ് ഇവർക്ക് പിടിപെട്ടതെന്നായിരുന്നു വെൻലിയാങ് പറഞ്ഞത്. എന്നാൽ ഭരണകൂടം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കുകയായിരുന്നു. വൈറസ് വ്യാപനം മൂടിവെക്കാൻ ചൈന ഏറെ നാൾ ശ്രമിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ മുന്നറിയിപ്പ് ഗൗരവത്തിലെടുത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ആളുകൾക്ക് വൈറസ് ബാധയുണ്ടാകുകയില്ലായിരുന്നു. കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഡോക്ടർ ലീ വെൻലിയാങ് വ്യാഴാഴ്ച രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത്. വെൻലിയാങ്ങിന്റെ സുഹൃത്തായ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ മരണവിവരം ചൈനീസ് മൈക്രോ ബ്ലോഗിംഗ് ആപ്പായ വെയ്ബോയിൽ പോസ്റ്റ് ചെയ്തത് തന്നെ. അങ്ങനെ ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസ് വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെ വെയ്ബോയിൽ ചർച്ച ചൂടുപിടിക്കുകയും ചെയ്തു. വിചാറ്റിലും വെയ്ബോയിങ്ങിലും ഡോക്ടർ ലീയുടെ മരണത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ച ഉയർന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഡോക്ടറുടെ മരണത്തിന് ചൈനീസ് സർക്കാരിനെ കുറ്റപ്പെടുത്തി പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നത് തന്നെ. ഡോക്ടർ ലീ വെൻലിയാങ്ങിന്റെ മരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘം വെള്ളിയാഴ്ച ഹുബൈ പ്രവിശ്യയിലേക്ക് പോയിരുന്നു. ചൈനയുടെ അഴിമതി വിരുദ്ധ ഏജൻസിയായ നാഷണൽ സൂപ്പർവൈസറി കമ്മീഷനാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് തന്നെ. പുതിയ കൊറോണ വൈറസ് കണ്ടെത്തിയ വുഹാനിലെ സെൻട്രൽ ആശുപത്രിയിലെ നേത്രാരോഗ ചികിത്സാ വിദഗ്ധനായ ലീ വെൻലിയാങ് ഗ്ലൂക്കോമ രോഗിയെ ചികിത്സിക്കുന്നതിനിടെയാണ് വെൻലിയാങ് വൈറസ് പിടിപെട്ടതെന്നാണ് കരുതുന്നത്. സത്യം പറയുന്നവരെ ശിക്ഷിക്കുന്ന കാലമാണിതെന്നതിന്റെ തെളിവാണ് ഡോക്ടർ വെൻലിയാങ്ങിന്റെ അനുഭവം. സത്യം പറയുന്നവരെ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവരെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോൾ നുണ മാത്രം പറയുന്നവർ നേതാക്കളാവുകയാണെന്നാണ് വെയ്ബോയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്തേക്ക് എത്തുന്നത്. ഇപ്പോഴും ലോകം ആഗ്രഹിക്കുകയാണ് ചൈനയിൽ എന്താണ് നടക്കുന്നത്, ചൈന എന്തുകൊണ്ട് യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.